വളരെ തീർച്ചയായിട്ടും ആദ്യ തവണ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയൊരു മണ്ഡലമാണ്. രണ്ടാം തവണ നിങ്ങൾക്കറിയാം കേരളത്തിലൊരു ഇടത് വേവ് ഉണ്ടായിരുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് അനിതര സാധാരണമായിട്ടുള്ള കോവിഡ് പശ്ചാത്തലം നടന്നൊരു തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഞങ്ങൾക്ക് UDF കാലിടറിയിട്ടുണ്ട്. സ്വാഭാവികമായി താന്നൂരും കാലിടറിയിട്ടുണ്ട്. പക്ഷേ ആ പരാജയങ്ങളിൽ നിന്നെല്ലാം പഠിച്ച് ഇവിടുത്തെ നിയോജക മണ്ഡലം UDF കമ്മിറ്റി വളരെ കൃത്യമായി നേരത്തെ തന്നെ മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയൊക്കെ വളരെ നേരത്തെ തന്നെ അതിനൊരുങ്ങി മണ്ഡലത്തിലെ ഈ സർക്കാരിനെതിരെയുള്ള മണ്ഡലത്തോടുള്ള വികസന മുരടിപ്പൊക്കെ ഉയർത്തി കാണിച്ച് വലിയ ക്യാമ്പയിൻ നടത്തി, ഒരു ജാഥ നടത്തി മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ എല്ലാ രൂപത്തിലും ഒരുങ്ങി നിന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ വലിയ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താനൂരിൽ കഴിഞ്ഞ തവണത്തെക്കാളും വലിയൊരു വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ താനൂരിലെ UDF സ്ഥാനാർത്ഥി PK നവാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വലിയ ഒരു വോട്ടിംഗ് ശതമാനം വർധനയുണ്ടായിട്ടുണ്ട്. എത്രത്തോളം ഉണ്ട് താനൂരിൽ ഇപ്പോഴുള്ളൊരു പ്രതീക്ഷ? താനൂരിൽ ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. വോട്ടിംഗ് ശതമാനത്തിൻ്റെ കൂടുതലും കുറവും ഇത്തവണ നമുക്ക് കാര്യമായി അങ്ങനെ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നമുക്കറിയാം പട്ടികയുടെ ശുദ്ധീകരണം നടന്നൊരു ഘട്ടമാണ്. അപ്പോൾ അത് സ്വാഭാവികമായി അതിൻ്റെ വർധന വരേണ്ടതാണ്. ഇനി ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ റിവ്യൂ മീറ്റിംഗ് നടക്കാൻ വേണ്ടി പോവാണ്. കംഫർട്ടബിളായ ഒരു മെജോറിറ്റിയിൽ UDF ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നതിനാണ് ഞങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. പൊതുവെ എല്ലാ വിഭാഗം വോട്ടർമാരുടെയിലേക്ക് പ്രചാരണം എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വോട്ടർമാർ എത്തിയിട്ടുണ്ടോ? തീർച്ചയായും ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി നിയന്ത്രിച്ച കൺവീനറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഷെഡ്യൂൾ തരാറുണ്ട് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ. ആ ഷെഡ്യൂളിൽ രാവിലെ 5:30 മണി മുതൽ വൈകിട്ട് 4:30-5 മണി വരെ വീടുകൾ കയറി ഇറങ്ങുന്നതാണ്. അത് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങൾ ഏറ്റവും വലിയൊരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് ജനങ്ങളോട് നേരിട്ട് പരമാവധി സംവദിക്കാൻ കഴിഞ്ഞു എന്നതാണ്. കാരണം അവരെ കേൾക്കാൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് അവരോട് പറയാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ നിന്ന് അവരുടെ ഒരു പ്രതികരണം, അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ കരുത്ത്. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ കരുത്തതാണ്. ഞങ്ങൾ ഒരു ദിവസം ചുരുങ്ങിയത് ഏകദേശം ഒരു 300-400ഓളം വീടുകൾ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വീടുകൾ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ശരാശരി 3 പേരെ വെച്ച് നോക്കിയാൽ ഒരു ദിവസം 1000ഓളം ആളുകൾ നേരിട്ട് കാണുകയാണ്. അങ്ങാടിയിൽ ഇറങ്ങുന്നതിന് പുറമെയാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അത്രയും ആളുകളോട് നേരിട്ട് സംസാരിക്കാൻ ഈ 10-22 ദിവസം കൊണ്ട് സാധ്യമായി എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കരുത്താണ്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വലിയ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ 2 തവണ നമുക്കറിയാം ഈ മണ്ഡലം LDFന്റെ ഭാഗത്താണ്, ലീഗിൻ്റെ ഒരു കോട്ടയായത്. ഈ തവണ അത് തിരിച്ചു പിടിക്കുന്ന ഉറപ്പാണ് ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കണ്ടിട്ട്? വളരെ തീർച്ചയായിട്ടും ആദ്യ തവണ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോയൊരു മണ്ഡലമാണ്. രണ്ടാം തവണ നിങ്ങൾക്കറിയാം കേരളത്തിലൊരു ഇടത് വേവ് ഉണ്ടായിരുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് അനിതര സാധാരണമായിട്ടുള്ള കോവിഡ് പശ്ചാത്തലം നടന്നൊരു തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഞങ്ങൾക്ക് UDF കാലിടറിയിട്ടുണ്ട്. സ്വാഭാവികമായി താന്നൂരും കാലിടറിയിട്ടുണ്ട്. പക്ഷേ ആ പരാജയങ്ങളിൽ നിന്നെല്ലാം പഠിച്ച് ഇവിടുത്തെ നിയോജക മണ്ഡലം UDF കമ്മിറ്റി വളരെ കൃത്യമായി നേരത്തെ തന്നെ മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയൊക്കെ വളരെ നേരത്തെ തന്നെ അതിനൊരുങ്ങി മണ്ഡലത്തിലെ ഈ സർക്കാരിനെതിരെയുള്ള മണ്ഡലത്തോടുള്ള വികസന മുരടിപ്പൊക്കെ ഉയർത്തി കാണിച്ച് വലിയ ക്യാമ്പയിൻ നടത്തി, ഒരു ജാഥ നടത്തി മണ്ഡലത്തെ തിരിച്ചു പിടിക്കാൻ എല്ലാ രൂപത്തിലും ഒരുങ്ങി നിന്നതാണ്. അവിടെ തിരഞ്ഞെടുപ്പ് എപ്പം പ്രഖ്യാപിച്ചാലും ശരി ഞങ്ങൾ തിരഞ്ഞെടുപ്പ് റെഡിയാണ് എന്ന് താന്നൂർ നേരത്തെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും. ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പോകാൻ കഴിഞ്ഞു എന്നുള്ള ഞങ്ങൾ പ്രത്യേകത. മറ്റൊരു കാര്യം ഈ BJPയുമായിട്ടുള്ള ഒരു ഡീൽ വലിയ രീതിയിൽ ആരോപണം ഉണ്ടായിരുന്നു. അത് വർക്കായിരുന്നു? അല്ല, നമുക്ക് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് പറയുന്നത്. ഞങ്ങൾ മുൻകൂട്ടി ഒരു ആരോപണം ഉന്നയിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇലക്ഷന് മുമ്പ് ഞങ്ങൾക്ക് ആരോപണമുണ്ട്. അത് താന്നൂർ മുനിസിപ്പാലിറ്റി വോട്ടിംഗ് പാറ്റേൺ വെച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാലും BJP എത്ര വോട്ട് പിടിക്കുമെന്നത് പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഒരു 15,000 വോട്ടിൽ താഴേക്ക് BJP പോയാൽ കൃത്യമായി BJPയും CPM തമ്മിൽ ഡീലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. അത് നേരത്തെ ഞങ്ങൾ തെളിയിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് തന്നെ ജയിക്കാൻ മതി. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന മറ്റു സംഘടനകളുടെ വോട്ടുകൾ ശേഖരിക്കുന്നതിൽ LDF കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചിട്ടുള്ള അവരുടെ ശുഷ്കാന്തി തന്നെയാണ് അവർക്ക് ജയിച്ചു പോകേണ്ട കാരണം. ഞങ്ങൾ ഇപ്പോഴും അത്തരം വോട്ടുകൾക്ക് പിറകെ പോകാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ അത് ബോധ്യപ്പെടും എങ്ങനെയാണ് വന്നത്. 15,000 താഴേക്ക് പോകുന്നുവെങ്കിൽ ആ ഡീലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു പ്രസ്താവന വന്നിരുന്നു. താനൂർ വലിയ മത്സരം LDF കാഴ്ചവെച്ചു. അതോടൊപ്പം തന്നെ കാന്തൂർ വിഭാഗത്തിന് മുഴുവൻ വോട്ടും നേടി, സമസ്തയിലെ ഒരു വിഭാഗത്തിന് വോട്ട് ലഭിച്ചു. അങ്ങനെ രീതിയിലാണ് അതിനെങ്ങനെയാണ് കാണുന്നത്? തിരഞ്ഞെടുപ്പിന് റിസൾട്ടിന് ശേഷവും ഈ വോട്ടുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ മാന്ത്രിക വിദ്യയെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാന്ത്രിക വിദ്യ ഞങ്ങളുടെ കയ്യിലില്ല. വോട്ട് ഏതൊക്കെ കിട്ടിയില്ലെന്ന് പരിശോധിക്കാവുന്ന ഒരു പാരാമീറ്റർ നിലവിൽ ലോകത്തെവിടെ അവൈലബിൾ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വോട്ടുകൾ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നിർബന്ധമായും വോട്ടുകൾ കിട്ടിയെന്ന് വിശ്വസിക്കുക തന്നെയാണ്. ഞങ്ങൾ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളുടെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാവരുടെയും വോട്ടുകൾ വേണമെന്ന് ആഗ്രഹിച്ച തെരഞ്ഞെടുപ്പ് മത്സരം 2,20,000 14,000 വോട്ടർമാരുണ്ട്. അവരുടെ മുഴുവൻ വോട്ടുകൾ വേണമെന്ന് ആഗ്രഹിച്ചാണ് ഞങ്ങൾ മത്സരിച്ചില്ല. ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഇത് കിട്ടിയില്ല എന്ന് പറയാവുന്ന ഒരു മെക്കാനിസം ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ ബഹുമാനപ്പെട്ട KT ജലീൽ പറഞ്ഞ നല്ല പോരാട്ടം നടന്നു. ഞങ്ങൾ പോരാട്ടം ചെറുതായിരുന്നു ഞങ്ങളും പറഞ്ഞില്ലല്ലോ. താന്നൂർ വളരെ നിസ്സാരമായി തിരഞ്ഞെടുപ്പ് നേരിട്ട ആളുകളൊന്നല്ല ഞങ്ങൾ. വളരെ ഗൗരവമായാണ് താന്നൂരിൽ ഏതൊരു തിരഞ്ഞെടുപ്പിന് അങ്ങനെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പുകൾ അതീവ ഗൗരവമാണ്. അതുകൊണ്ട് ഞങ്ങൾ എവിടെയും ഈ ഒരു ഈസി വാക്ക് ഓവർ ആണെന്നോ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രാധാന്യം കുറഞ്ഞു കണ്ടിട്ടില്ല. സർവ്വ പ്രാധാന്യത്തോടു കൂടി അവസാനത്തെ വോട്ടറും വോട്ടിലെത്തുന്നത് വരെ നിതാന്ത ജാഗ്രതയോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്.
അവിടെ ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയോ ബഹുമാനപ്പെട്ട കാന്തപുരം ഐ പി ബക്കർ നേതൃത്വം കൊടുക്കുന്ന സമസ്തയുടെയൊക്കെ വോട്ടുകൾ ഞാൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വോട്ടുകൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വോട്ടുകളും കിട്ടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമുണ്ട്. ഏതെങ്കിലും സംഘടനകൾ ആർക്കെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചാൽ അതൊരു തെറ്റാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം അവർക്ക് അവകാശമുണ്ടല്ലോ. അവിടെ സംഘടനാ സംവിധാനങ്ങൾ വെച്ച് ഞങ്ങൾ ആർക്ക് പിന്തുണ പ്രഖ്യാപിക്കണം, അതവർക്ക് അവകാശമുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ അവർക്കും ആർക്ക് പിന്തുണ കൊടുക്കണം ആഗ്രഹിക്കാൻ അവകാശമുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ആർക്കും പിന്തുണ കൊടുത്തതിൻ്റെ പേരിൽ പിന്നെ അവരുടെ വോട്ടുകൾ ചോർന്നു പോയോ അതൊരു പരിശോധന നടത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫൈറ്റ് അതൊന്നുമില്ല. അതൊക്കെ ജനാധിപത്യത്തിൽ ഇതൊക്കെ സർവ്വ സ്വാഭാവികമാണ്. കാരണം അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം, അവരുടെ അഭിപ്രായം വോട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ സ്റ്റിൽ നൗ ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാവരുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കംഫർട്ടബിൾ മെജോറിറ്റി ഞങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അവസാനമായിട്ടുള്ള ഒരു ചോദ്യം, എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങൾ ആദ്യം തന്നെ ഉത്തരം പറഞ്ഞല്ലോ, കംഫർട്ടബിൾ മെജോറിറ്റി ഞങ്ങൾ ജയിക്കും. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് ഞാൻ ആരംഭിച്ചു. ഒരു 5 അക്കം കടക്കും. കംഫർട്ടബിൾ മെജോറിറ്റി ഞങ്ങൾ ജയിക്കും.